ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ഇതിലേക്ക് ആരെങ്കിലുമൊക്കെ പോകുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ പാത്തും പതുങ്ങിയിരുന്ന ഇവിടെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇവരൊട്ട് അറിയുന്നില്ല നമ്മളിങ്ങനെ വീഡിയോ എടുക്കുവാണെന്ന്. എന്താ മോനെ, ഇവരറിയുന്നില്ല കേട്ടോ. നേരത്തെ ഒന്നും ഇതിന് മുന്നേ ഞാൻ ഒന്നും കൂടെ എടുത്തതാണ്. അപ്പോഴൊരു കമ്പിളിപ്പതപ്പേന്നും പറയും കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ് വേണ്ട, പിന്നെ പറയാം കർട്ടൻ വേണമെന്ന്. ഞാൻ പറഞ്ഞ് വേണ്ട. പിന്നെ താഴെ ഇടുന്ന നമ്മുടെ കാർപ്പറ്റ് വേണമെന്ന്. ഞാൻ പറഞ്ഞ് വേണ്ട. പിന്നെ അവസാനം ഞാൻ മിണ്ടാതിരുന്നു. പിന്നെ വേണ്ടെന്ന് പറയുന്നതിനുണ്ടല്ലോ വേറെ സാധനങ്ങൾ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താ ഒരു കമ്പിളി പഴയത് കൊടുത്താൽ പുതിയത് തരാമെന്ന്. ഞാൻ പറഞ്ഞ് വേണ്ട. അപ്പോഴിതിലെ ആക്രിക്കാർ പോകുമ്പം ആക്രിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴേ ഞാൻ പറയും 5 ആക്രിയുണ്ട് ഇവിടെ, വേണമെന്ന്. അപ്പോൾ അവർ തന്നെ ചിരിക്കും. ഇങ്ങനെ ആക്രിയുണ്ടോ എന്ന് ചോദിച്ചാൽ 5 ആക്രിയുണ്ട് ഇവിടെ, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളേ. അപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ഞാൻ പറയും. എനിക്കങ്ങ് ചിരിയും വരുമോ കേട്ടോ. ഈ ആക്രിക്കാരോട് അവർക്ക് തന്നെ ചിരി വരും ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ. കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ സ്ഥിരം ഇതിലെ വരുന്നവർ അറിയാവുന്നവരൊക്കെയാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകൾ. നമ്മുടെ കൊച്ചു വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഈ കൊച്ചു അത് മാറിപ്പോകത്തില്ല. പിന്നെന്താ അതും മാറിപ്പോകുന്നില്ല ഞാൻ നോക്കിയിട്ട് കേട്ടോ. ചിലപ്പോൾ പറയരുതെന്ന് പറയുമ്പോൾ നമുക്ക് വായിന്ന് വന്നു പോകുന്നത് കേട്ടോ. ചൂടൊക്കെ ഉണ്ടോ നിങ്ങളുടെ വീടുകളിലും നാടുകളിലും ഒക്കെ? ഇവിടെ ഭയങ്കര പൊരിഞ്ഞ ചൂടാണ്, എന്തോ ചൂടേ. എനിക്കാണെങ്കിൽ എൻ്റെ കണ്ണൊന്നും അടയ്ക്കാൻ വയ്യ. അടയ്ക്കുമ്പോഴത്തേന് നീറ്റൽ അനുഭവപ്പെടുന്നു. അമ്മ ആരടിച്ചാൽ പറയുക, എനിക്ക് എൻ്റെ കണ്ണിനകത്തൊന്നും വെള്ളം വരുന്നത്. ചൂട് സഹിക്കാൻ വയ്യ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ കൊണ്ട് മുഖമൊക്കെ കഴുകണം. ഇപ്പോഴല്ലയോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഭയങ്കര ചൂട്, കണ്ണിങ്ങനെ അടയ്ക്കാൻ വയ്യ കേട്ടോ, അത്രയ്ക്ക് ചൂട്. ഇവിടുത്തെ അമ്മയും പറയുന്നത് അമ്മയുടെ കണ്ണിൽ നിന്ന് ധാരയായിട്ട് വെള്ളം വീഴുന്നതൊക്കെ ഇവിടുത്തെ അമ്മ പറയുന്നത്. പിന്നെ വണ്ടി സ്റ്റാൻഡ് വിട്ടങ്ങ് പോകും കേട്ടോ. വേറെ ഏതെങ്കിലും റൂട്ട് വഴി അങ്ങ് പോകും. തമിഴ്നാട് വഴി കോയമ്പത്തൂർ വഴി അങ്ങ് കയറി പോകും കേട്ടോ. അതായി വരുന്ന കുഴപ്പം. വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നത്. നമ്മുടെ കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ്. എന്നിട്ട് മറന്നുപോയി എന്തുവാ പറഞ്ഞെന്നുള്ളത്. ഏതോ ഓർത്ത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞു വീഡിയോകളും കുഞ്ഞു പാചകങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ സന്തോഷമേ ഉള്ളൂ കമൻറ്റ് വായിക്കാൻ കേട്ടോ. ഇത്തിരി വൈകിയാണെങ്കിൽ നമ്മൾ കമൻറ്റൊക്കെ വായിക്കും. എന്തോ ഞാൻ പറയാൻ ഓർത്ത് കേട്ടോ, മറന്നുപോയി. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കണോ എന്തോ കേട്ടോ. ഒത്തിരി സന്തോഷമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇപ്പോഴാണ് ഓർത്തത് പറയാൻ വന്ന കാര്യം. ഞാൻ സ്ഥിരം ഉച്ചവരെയുള്ള നമ്മുടെ ജോലികളൊക്കെ ഞാൻ കാണിക്കത്തുള്ളൂ. പിന്നെ എനിക്ക് ഉച്ചകഴിഞ്ഞ് എനിക്ക് ജോലിയില്ല കേട്ടോ. നമുക്ക് ജോലിയായി ഇല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കും. പിന്നെ നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ട് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ അങ്ങ് നെറ്റ് തീരും. പിന്നെ അതുകൊണ്ട് അന്നേരം എനിക്ക് കമൻറ്റ് ഇടാനും ഒക്കത്തില്ല. കാണുന്നുണ്ട് കേട്ടോ, അപ്പോൾ നെറ്റും ഈ മക്കളെ ഊറ്റിയെടുക്കും കേട്ടോ. 2 പേരും ഊറ്റിയെടുക്കും. അവർക്കും കാണണ്ടേ, അവർക്കും എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കാണണ്ടേ. വഴക്ക സത്യം പറഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേന് എൻ്റെ വീഡിയോ പോയി കഴിയുമ്പോഴത്തേന് എനിക്ക് പിന്നെ നെറ്റില്ല എൻ്റെ മൊബൈലിൽ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഉച്ച കഴിഞ്ഞുള്ള നമ്മുടെ വീഡിയോ അങ്ങനെയൊന്നും എടുക്കാത്ത ഒന്നുമില്ല ജോലി. പിന്നെ എന്താ കാണിക്കാനാ? 4 മണിക്ക് എന്തെങ്കിലും ഒരു ചായ ഇടും. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ രാത്രി അത്താഴം, അതൊക്കെ തന്നെ കേട്ടോ. വൈകിട്ട് വിളക്ക് കത്തിപ്പോൾ അല്ലാതെ ഒരു ജോലിയില്ല എനിക്ക്. ഉച്ച വരെയുള്ള നമ്മുടെ ഈ കുഞ്ഞടുക്കളയിലെ ഇവിടത്തെയൊക്കെ വിശേഷങ്ങളില്ല. അല്ലാത്തപ്പോൾ വെറുതെ ഇരിക്കും. ജോലി കൂടുതലൊന്നുമില്ല കേട്ടോ. ജോലി കൂടുതലും ഒന്നുമില്ല. ഉച്ച കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കലാണ് പണി. അപ്പോഴും കാണാൻ പോകാം നമുക്ക്. അപ്പോൾ വിളിച്ചിട്ട് ഇറങ്ങിയോ എമ്മനെ? ചായ കഴിഞ്ഞ ഉടനെ വെള്ളം തിളപ്പീരാണ്. ഇന്ന് ഉലുവ വെള്ളം. ഉലുവ വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ എല്ലാവരും.
പാലൊക്കെ തിളച്ചു. നമ്മുടെ ചൂട നിന്ന് ഇരുന്ന് എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ നിന്നൊക്കെ ആയിരിക്കും രാവിലെ ചായ കുടിക്കുന്നത്. ചൂടോടെ ഒരു ചായ രാവിലെ സൂപ്പറാണ് കേട്ടോ. പിന്നൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മധുരമില്ലാത്ത ചായ, മധുരം ഇപ്പം അലർജിയാണ്. ഇപ്പം മധുരം ഇട്ട ചായ ഇഷ്ടമല്ല. നമ്മുടെ കടലയൊക്കെ മസാലയൊക്കെ ആക്കി ഞാൻ കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേ എപ്പോഴും ഞാനാണെങ്കിൽ കടുക് വറുത്തിട്ട് ഉള്ളിയൊക്കെ വഴറ്റി മസാലയൊക്കെ വറുത്ത് പിന്നെ വഴറ്റിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കടലയും തട്ടിയിട്ട് വേവിക്കുവാണേ. എളുപ്പ പണിയാണ്. അപ്പോൾ 2-3 വിസിലടിക്കുമ്പോൾ അവനങ്ങ് വെന്ത് കിട്ടും കേട്ടോ. കടലക്കറിയൊക്കെ ആയിക്കിട്ടി കേട്ടോ. ഞാനന്നേരം ദോശ ഇടുവാണ്. നമ്മുടെ ഈ കല്ലുമേലാണ് ദോശ ഇടുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇത് കണ്ട എൻ്റെ സംഭവം, ഞാനിത് വെച്ചാണിങ്ങനെ ദോശക്കല്ല് എണ്ണ തൂക്കുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ തിരിച്ചും മറിച്ചും ഇടുന്ന ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും സുപ്രു എന്താ അടച്ച് വെക്കാത്തേ? നമ്മൾ അങ്ങനെ അടച്ച് വെച്ച് ഉണ്ടാക്കുന്നത് അപ്പം ഒരു വശം മാത്രം ഇങ്ങനെ തിരിച്ചിടാതെ ഒരു വശം മാത്രം വേവിച്ചെടുക്കുന്നത് അപ്പമാണ് ഇവിടെ കേട്ടോ. നമ്മളിവിടെയൊക്കെ ദോശ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, തിരിച്ചും മറിച്ചും ഇടും. ഇപ്പോഴും നല്ലെണ്ണയ്ക്കകത്തൊക്കെ ഉണ്ടാക്കി ഒരു നല്ലൊരു പ്രത്യേക ഒരു വാസനയൊക്കെയാണ്. ഇങ്ങനെ അങ്ങോട്ട് ചുട്ടെടുക്കും നമ്മൾ. ചോറൊക്കെ വയ്ക്കണ്ടേ? ഇപ്പോഴിന്ന് മുറ്റത്താണ് നമ്മൾ ചോറ് വയ്ക്കുന്നത് കേട്ടോ. രാവിലെ എല്ലാവർക്കും നല്ല ജോലിയുണ്ട് ഇവിടെ കേട്ടോ. രാവിലത്തെ കലാപരിപാടികൾ എളുപ്പമാകട്ടെ. അകത്ത് തുടയ്ക്കണ്ടേ നമുക്ക്? നല്ല പാട്ടാണല്ലോ രാവിലെ വെച്ചേക്കുന്നേ. ഇങ്ങനെ പാത്രമൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കേ, ഈ പാത്രം ഒന്നും എടുക്കാതെ വല്ല വട്ടയിലോ ചോറൊക്കെ വട്ടയിലയോ വാഴയിലക്കകത്തൊക്കെ കഴിക്കും. പക്ഷെ ചായ ഒന്നും നമുക്ക് ചിരട്ടയ്ക്കകത്ത് കൊടുക്കാമല്ലോ. അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. ഈ പാത്രം ഒരു വല്ലാത്ത ഒരു ദേഷ്യം വരുന്നൊരു സംഭവമാണ് ഈ പാത്രം കഴുകല്ലേ. ഈ ആണുങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ടോ? ഞങ്ങളിങ്ങനെ പാത്രം കഴുകി കറിക്കകത്ത് ഇങ്ങനെ കിടക്കുവാണെന്ന് അവർ നോക്കുമ്പോൾ നമുക്കൊരു 100 കൂട്ടം കുറ്റം കണ്ടുപിടിക്കുന്ന ആണുങ്ങളാണ് നമ്മുടെ കൂടെ എല്ലാവർക്കും കൂടെ അല്ലേ. നിങ്ങൾ ആലോചിക്കാറുണ്ട്? ഞാനിതൊക്കെ ആലോചിക്കും കേട്ടോ. ഞാൻ വിചാരിക്കും അവരെയും കൊണ്ടൊക്കെ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുപ്പിച്ചാൽ നടക്കുമോ? നടക്കത്തില്ല. ജന്മൻ്റെ കാലത്ത് നടക്കത്തില്ല. വേറെ വേണമെങ്കിൽ കൊണ്ടിട്ട് കഴുകി ഞങ്ങൾക്ക് വയ്യാന്ന് കഴിയുന്ന ആൾക്കാരെയാണ്. നമ്മുടെ ഇവിടുത്തെ ആണെങ്കിൽ നേരെ വെള്ളം വെച്ച് വെള്ളം തിളപ്പിക്കാൻ പോലും അറിയത്തില്ല. എൻ്റെ കാര്യം പോക്കാണ് കേട്ടോ. വയസ്സുകാലത്ത് ഞാൻ ആരോട് പറയിച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ. ഈ പാത്രം കഴുകി എല്ലാ വീട്ടമ്മമാരും നേരിടുന്ന വല്ലാത്തൊരു വെല്ലുവിളിയാണ് അല്ലേ. പാത്രം കഴുകി വെച്ചുണ്ടാക്കല് ഇത് തന്നെ പണി. നേരം വെളുക്കുക, പിന്നെയും രാത്രിയാവോ, പിന്നെയും നേരം വെളുക്കുക, പിന്നെയും രാത്രിയാവോ, ഇത് തന്നെ അല്ലേ. ചോറൊക്കെ വെന്ത് കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു പരിപാടി നടക്കത്തില്ല. അതേ മുട്ടം വെയിലായി. അപ്പോഴകത്ത് വെച്ച് ഇനി ബാക്കി കറികളൊക്കെ നമുക്ക് വെക്കാം. എന്തുവാ മോനെ തല്ലിപ്പൊട്ടിക്കുന്നേ? ഇതൊക്കെ ഒന്ന് വാർത്തെടുക്കണം. ഇനി നമുക്ക് ബാക്കി പരിപാടിയെല്ലാം അകത്ത് ചെയ്യാം.
അങ്ങനെ അരിഞ്ഞു വെച്ചതല്ല ഞാൻ തോരനും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ച് കേട്ടോ. ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കാൻ ആർക്കും അറിയാൻ വയ്യാത്തത്. ഇപ്പം കാബേജ് തോരനൊക്കെ ഇത്രയും പച്ചക്കറികളിട്ട് നമുക്കൊരു തീയൽ വെക്കാം കേട്ടോ. തൊട്ടുകൂട്ടാൻ നമ്മളിവിടെ തൊട്ടുകൂട്ടാൻ, ഞാൻ തൊട്ടുകൂട്ടാൻ എന്നൊക്കെ ഇതിന് പറയുന്നത് കേട്ടോ. ഒരു കറി. അപ്പോഴത്തേക്ക് കുറച്ച് തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചീനച്ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിന് എളുപ്പം വഴന്ന് കിട്ടുമല്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ നമ്മൾ തേങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനിയൊന്ന് പതുക്കി ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് അരച്ച് കുറുക്കിയൊക്കെ എടുക്കാം കേട്ടോ. ഇതാ നമ്മൾ തേങ്ങയൊക്കെ ഞാൻ വറുത്തെടുത്തു. ഒരു ചീനച്ചട്ടി തന്നെ നമുക്ക് കടുക് വറുത്ത് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ഇടാം കേട്ടോ. നമ്മളെല്ലാം തട്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾക്ക് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇടപ്പം വഴന്ന് കിട്ടാൻ നല്ലതല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടച്ച് നമ്മുടെ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നു കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി എപ്പോഴും ഇപ്പോൾ സംസാരിക്കാത്തത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒത്തിരി സംസാരിച്ചതിനെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി കാണിക്കുന്നുണ്ട്. എൻ്റെ കഥയും നിങ്ങൾ കേൾക്കുന്നില്ല അല്ലേ? ആദ്യം കേൾക്കുന്നുണ്ടല്ലോ ഇച്ചിരി കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുള്ള വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോഴത്തേക്കും നമ്മൾ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് തന്നെ അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വഴന്നു വന്നു. അപ്പോഴേക്ക് ബാക്കി നമ്മൾ ജാറ് കഴുകിയ വെള്ളവും എല്ലാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യം എത്ര വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കും കേട്ടോ. ചിലർ കുറുക്കിയെടുക്കുന്നവരുണ്ട്, ചിലപ്പം ചാറായിട്ട് ഒഴിക്കുന്നവരുണ്ട്, ചോറിനകത്ത് ഒഴിച്ച് കൂട്ടാൻ അങ്ങനെ എടുക്കും. എന്തായാലും നമുക്ക് ഇച്ചിരി ചാറിരിക്കട്ടെന്നല്ലേ. ഇപ്പം നമ്മുടെ കറിയൊക്കെ അങ്ങനെ കഥ പറഞ്ഞ് റെഡിയായി വരുന്നു കേട്ടോ. ഒന്ന് എണ്ണയൊക്കെ തെളിയട്ടെ. ഇനി അടച്ചൊക്കെ ഒന്ന് വെച്ച് നമ്മുടെ കറി എന്തായെന്ന് നോക്കണ്ടേ. ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കേട്ടോ. ഇത്രയും മതി. ഒന്ന് ഒഴിച്ചൊക്കെ കൂട്ടണ്ടേ നമുക്ക് ചോറിനകത്ത് കേട്ടോ. ഇങ്ങനെ ചീനച്ചട്ടി ഇതേമാതിരിയുള്ള ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തൊക്കെ കറിയൊക്കെ വെച്ച് കൂട്ടണം കേട്ടോ. നല്ലതാണ്. ചട്ടിക്കകത്തും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താ? ചോറിടുന്ന പരിപാടി.